രാവിലെ തന്നെ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് വന്നേട്ടോ. വന്ന പട ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി. ഞാനും അമ്മയോട്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ വന്നത്. ശിവരാത്രി ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരത്തെങ്കിലും ഒരു സമാധാനവും ഒരു കോൺഫിഡൻസും കിട്ടും കേട്ടോ. ഈ കാണുന്ന തേര് കഴിഞ്ഞ ദിവസം ഘോഷയാത്രയ്ക്ക് ഉപയോഗിച്ചതാണ് കേട്ടോ. ശിവലിംഗത്തിന് അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് നീണ്ടൊരു ക്യൂ തന്നെയാണ് കണ്ടത് കേട്ടോ. ഇതിൽ ഭൂരിഭാഗവും മലയാളികളല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ വരുന്നവർ മാക്സിമം ശിവലിംഗത്തിനകത്തോട്ട് കയറാൻ നോക്കണം കേട്ടോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് നേരെ അന്നദാനം കഴിക്കാനാണ് വന്നേട്ടാ. ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ മണ്ടന്മാരാണോ എന്ന് തോന്നിയ നിമിഷമാണിത്. ഈ ചേട്ടൻ ആരാണെന്നോ ചേട്ടൻ്റെ പേരോ നമുക്കറിയത്തില്ല. പക്ഷേ ഈ ചേട്ടൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കാരണം ആ മുമ്പിലത്തെ ആ തിരക്കൊക്കെ ഒന്ന് മാറ്റി എല്ലാവരെയും ഒറ്റ ക്യൂവിലാക്കാൻ പറ്റി. പിന്നെ അന്നദാനത്തിൻ്റെ ടേസ്റ്റ് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ജോലി തിരക്ക് കാരണം ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ അന്നദാനമാണിത്. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ച് കുറച്ചു നേരം ക്ഷേത്രത്തിൽ ഇരുന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു. ഈവനിങ് എൻ്റെ നാട്ടിൽ തന്നെയുള്ള പലവക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയി കേട്ടോ. അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ തിരുവാതിര കളി നടക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും എൻ്റെ സ്വന്തം നാട്ടുകാർ തന്നെയാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ഞാൻ പൊക്കി പറയല്ല. എൻ്റെ നാട്ടിലുള്ള എല്ലാവരും കലാകാരന്മാരും കലാകാരികളോ. എന്നാൽ ശരിയെന്നാ, ബൈ.